നമസ്കാരം. മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ പെൻഷൻ വിതരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മാറ്റങ്ങൾ. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് തീരുമാനമായിട്ടുണ്ട്. മുഴുവൻ കുടിശ്ശികയല്ല, 6 മാസത്തെ തുക 9,600 രൂപയോളം ഈ പ്രാവശ്യം അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. 1,600 രൂപ വീതമുള്ള പ്രതിമാസ പെൻഷൻ തുകയാണ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ 50 കോടി രൂപ വായ്പാ സഹായം, അതോടൊപ്പം തന്നെ മറ്റ് വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുമുള്ള വായ്പ ധനസഹായം, ഇതെല്ലാം തന്നെ സർക്കാർ ഗ്യാരണ്ടിയിൽ കൃത്യമായിട്ട് വിവിധ ക്ഷേമനിധി ബോർഡുകളും അനുവദിച്ചു. ഈ തുക വിനിയോഗിച്ചാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടക്കാൻ പോകുന്നത്. ഇനി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ മറ്റ് ക്ഷേമ പെൻഷനുകളൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് മുടങ്ങാതെയുള്ള ധനസഹായമുണ്ട്. അത് ഈ മാസം അവസാന ആഴ്ചകളോടെ ആയിരിക്കും. 2,000 രൂപ വീതമാണ് സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ നമ്മളുടെ സംസ്ഥാനത്ത് ലഭിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിലേക്കും കൈകളിലേക്കുമാണ് 2 രീതിയിലാണ് പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മുടങ്ങാതെ 3 മാസങ്ങളിലേക്ക് വരുന്ന 3 മാസങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സർക്കാർ മുൻകൂറായിട്ട് തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അതോടൊപ്പം തന്നെ പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അംഗങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പെൻഷൻ പ്രായപരിധി ആയിട്ടില്ലാത്തവർക്ക് നിലവിൽ കുടിശ്ശിക നിവാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിഴപ്പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേക ഇളവുകളോടെ അടയ്ക്കാനുള്ള സമയം 2026 മാർച്ച് മാസം 31 അവസാനിക്കും. ഓൺലൈൻ വഴി നമുക്ക് പിഴപ്പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അടയ്ക്കുകയും അംശാദായം അടയ്ക്കുകയും ഒക്കെ ചെയ്യാനുള്ള സംവിധാനം ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രവാസി കേരളീയ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ പിഴപ്പലിശ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കാനുണ്ട് എങ്കിൽ, മറ്റ് ഇത്തരത്തിലുള്ള കുടിശ്ശികയൊക്കെ അടയ്ക്കാനുണ്ട് എങ്കിൽ അത് പൂർണ്ണമായിട്ട് ക്ലോസ് ചെയ്യുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാത്ത പക്ഷം 60 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കേണ്ട ബെനിഫിറ്റുകൾക്ക് തടസ്സം നേരിടും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ കാര്യങ്ങൾ പൂർത്തീകരിക്കുക. മാർച്ച് മാസം 31 മുൻപ് തന്നെ ഈ കാര്യങ്ങൾ പൂർത്തീകരിച്ച് അക്കൗണ്ട് ആക്റ്റീവാക്കി നിലനിർത്തുകയും ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം പെൻഷന്, മറ്റ് ക്ഷേമ പദ്ധതിയുടെ സഹായങ്ങൾ ഇവയ്ക്കെല്ലാം തന്നെ തടസ്സം നേരിടുമെന്ന് പ്രത്യേക അറിയിപ്പ് വന്നിട്ടുണ്ട്. ഈ ഒരു അവസരം പ്രത്യേകമായിട്ട് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മളുടെ സംസ്ഥാനത്തെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം മുടങ്ങിയ കർഷകർക്കും അക്കൗണ്ടിലേക്ക് തുക ട്രാൻസ്ഫർ ചെയ്തു, അല്ലെങ്കിൽ ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് ശേഷം, അതായത് മാർച്ച് മാസം 16-ാം തീയതി 5 മണിക്ക് ശേഷമാണ് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയത്. എല്ലാത്തരം ബാങ്ക് അക്കൗണ്ടുകളിലേക്കും തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലേക്കും തുക ക്രെഡിറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ധനസഹായം കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട മെസ്സേജുകൾ നമ്മളുടെ ഫോണിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാകും. അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് കൃത്യമായിട്ട് പരിശോധിക്കുക. സാധാരണഗതിയിൽ വിതരണം ചെയ്യുന്ന ആ ദിവസം തന്നെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവേണ്ടതായിരുന്നു. പക്ഷേ സാങ്കേതികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം ആ വിതരണം തടസ്സപ്പെടുകയായിരുന്നു. 13-ാം തീയതി വിതരണം പറഞ്ഞിരുന്നതാണ്. 16-ാം തീയതിയാണ് കേരളത്തിൽ പല കർഷകർക്കും അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ആയത്. ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ്, സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾക്ക് മുന്നോക്ക സമുദായ കോർപ്പറേഷൻ നൽകുന്ന വിദ്യാസമന്നതി എന്ന് പറയുന്ന സ്കോളർഷിപ്പ് സ്കീമിലേക്കുള്ള ധനസഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട്. ഇത് വളരെ വൈകാതെ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മുന്നോക്ക സമുദായ കോർപ്പറേഷനിൽ നിന്ന് തന്നെ ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ഇപ്പോൾ ഇതിനു വേണ്ടിയുള്ള സാമ്പത്തിക സഹായമാണ് സംസ്ഥാന സർക്കാർ ധനവകുപ്പ് ഇപ്പോൾ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ അനുവദിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളെല്ലാം പുറത്തിറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ തുക ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. നമ്മൾ കൃത്യമായിട്ട് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത്. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.